കഥ തൊള്ളട്ടുമ്മ. വീഡിയോ വൈകിയത് വേറെ ഒന്നും കണ്ടില്ല. പുതിയ ഫോൺ വാങ്ങണല്ലോ, 2 ഫോണൊക്കെ വാങ്ങി അതിൻ്റെതായ സാധനങ്ങളൊന്നും ഇല്ലടേ ഇതിൽ, അതൊക്കെ ഇതിൽ കയറ്റണ്ടേ, മെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് സമയം വൈകിയതാണ്, വേറെ ഒന്നും വിചാരിക്കരുത്. പിന്നെ ഇന്നലത്തെ ലൈവ് എൻ്റെ സുഹൃത്തിന്റെ ഫോണിൽ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്തിട്ട് 2 ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട്. കാരണം പ്രൊട്ടസ്റ്റിനൊക്കെ പോയി അങ്ങനെ ലേറ്റ് ആയിപ്പോയതാണ്. സന്ദീപ് എടപ്പാള് വീഡിയോ കാണുന്നതിന് മുമ്പ് എല്ലാരും കൂടെ ഒന്ന് സബ് ചെയ്യാൻ, നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയുക. സന്ദീപ് ഏട്ടൻ പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങിയതിനു ശേഷം ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ലൈവ് കഴിഞ്ഞിട്ട് പിന്നെ ചേട്ടൻ ഇട്ട വീഡിയോയിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ. ആ ലൈവ് ഇട്ടത് എന്തായാലും നന്നായി. കാരണം എന്താണെന്നറിയോ, കുറെ ആൾക്കാര് സന്ദീപ് ഏട്ടനെ അറസ്റ്റ് ചെയ്തത് ഭയങ്കരമായിട്ട് കൊട്ടി ആഘോഷിക്കുന്നുണ്ടായിരുന്നു. മജിസ്ട്രേറ്റിന്റെ മുന്നിൽ കൊണ്ടുപോയാലേ ജാമ്യം കിട്ടത്തുള്ളൂ, ജയിലിൽ പോവും, ചക്ക മാങ്ങ തേങ്ങ, സ്റ്റേഷൻ ജാമ്യം കിട്ടേണ്ട കേസ്, അതിനാണ് ഇത്രയും പറഞ്ഞ് പൊക്കിയെടുത്തു കൊണ്ടുപോയി ആൾക്കാര് പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. അതും ബിഷപ്പ് കൊടുത്ത കേസിലാണ് സന്ദീപ് എടപ്പാളിനെ അറസ്റ്റ് ചെയ്തത് എന്നല്ല പറഞ്ഞുകൊണ്ടിരുന്നത്. രേണുസുതിയുടെ അസുഖത്തിനെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കുറെ ആൾക്കാര് പറഞ്ഞുകൊണ്ടിരുന്നതും പ്രസംഗിച്ചുകൊണ്ടിരുന്നതും യൂട്യൂബിൽ വന്നിരുന്നിട്ട്. ഡിസ്ട്രിക്റ്റിന്റെ മുന്നിൽ പോയിട്ടാണ് ഈ ജാമ്യം കിട്ടുക, ജയിലിൽ അടയ്ക്കപ്പെട്ടു, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ സംഭവങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് എനിക്കന്ന് സംഭവിച്ചത് എന്ന് അറിയാൻ ഒരുപാട് ആളുകളുടെ കൗതുകം. എന്തിനാണ് അറസ്റ്റ് ചെയ്തത് എന്നുള്ള കാര്യം നിങ്ങൾ കുറെ യൂട്യൂബർമാർ വീഡിയോ ചെയ്ത് കണ്ടിട്ടുണ്ടാവും എന്നുള്ളതാണ്. ചെയ്തുകൊണ്ടും അല്ലാതെയും ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപോലെ നന്ദി ഞാൻ പറയാം. കാരണം അത്രമാത്രം എന്നെ അങ്ങ് ആകാശത്തേക്ക് പൊക്കി വെച്ചില്ലേ. ഒരു കാര്യം സൂചിപ്പിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ, എന്റെ കഥ, എന്റെ മാത്രം കഥ, എന്റെ സാങ്കല്പിക കഥ. സാങ്കല്പിക കഥ ഇത് തന്നെയാണ് സന്ദീപ് ഏട്ടൻ എല്ലാ വീഡിയോയിലും പറയുന്നത്. എന്നിട്ടും പരാതി കൊടുത്ത അലവലാതിക്കാരന് എന്തിന്റെ പ്രശ്നമായിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പം ആ അലവലാതിക്കാരന്റെ വോയിസ് എടുത്ത് പുറത്ത് വിട്ടതിന്റെ പ്രശ്നമായിരിക്കാം. കാരണം ആർക്കോ കൈക്കൂലി കൊടുത്തിട്ടുണ്ട് എന്നുള്ള വോയിസ് അതുപോലെ എടുത്തിട്ട് സന്ദീപ് ഏട്ടൻ പുറത്തിട്ടിട്ടുണ്ടായിരുന്നു, അതായിരിക്കാം. രണ്ടാമത്തേത് തംലൈനിൽ എങ്ങാണ്ട് ഈ അലവലാതിക്കാരന്റെ പിക്കിങ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ആയിരിക്കാം പ്രചോദനം അല്ലെങ്കിൽ പ്രലോഭനം എന്ന് പറയുന്നത് ആയിട്ടുണ്ടാവുക. കുഴപ്പമില്ല. പിടിച്ചെടുത്തു, ലാപ്ടോപ്പ് പിടിച്ചെടുത്തു. ലാപ്ടോപ്പ് ഞാൻ ഉപയോഗിക്കുന്നതല്ല എന്ന് അവരോട് ഒരുപാട് പറയുന്നുണ്ട്. വീട്ടിൽ വന്ന് അവർ പോകുന്ന ആ സമയം വരെയുള്ള വീഡിയോസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. വളരെ മാന്യമായ രീതിയിലാണ് പോലീസുകാർ നമ്മോട് പെരുമാറിയത്. ഒരു തരത്തിലുള്ള കുഴപ്പങ്ങളും നമ്മളോട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പോകുന്ന സമയത്തെല്ലാം സുഭിക്ഷമായ ഭക്ഷണവും കഴിച്ച് അടിപൊളിയായിട്ട് കാറിൽ അങ്ങ് ഇരുന്ന് പോയി. ഒരുപാട് ആളുകൾ ഇങ്ങനെ കോൾ ചെയ്തുകൊണ്ടേ ഇരുന്നിരുന്നു. അവരെ ഫോൺ എടുക്കാൻ കഴിയില്ല, ഫോൺ അവരുടെ കയ്യിലാണ്. എന്നാലും വീട്ടിലുള്ള ആളുകളുടെ ഫോണൊക്കെ, അളിയനാണെങ്കിലും അല്ലെങ്കിൽ അമ്മ, ചേച്ചി, അങ്ങനെയുള്ള ആളുകളുടെ ഫോൺ മാത്രം എടുക്കാൻ സമ്മതിച്ചിരുന്നു. ബ്രദേഴ്സിന്റെ ഒക്കെ പുറത്തുനിന്നുള്ള നമ്മളെ ലോയേഴ്സും അങ്ങനെയുള്ള ആളുകളുടെ നമ്പർ എടുക്കാൻ പറ്റിയില്ല. ഒരുപാട് യൂട്യൂബർമാർ ഇത് അറിഞ്ഞു വിളിച്ചുകൊണ്ടിരുന്നു, ആരെയും എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ നമുക്ക് ഒന്നിനും കണ്ടു തുടങ്ങാം. നല്ല രീതിയിൽ വീഡിയോ അവതരിപ്പിക്കുന്ന ഒരു ചാപ്റ്ററാണ് സന്ദീപ് ഏട്ടൻ. ബാക്കിയുള്ള ആൾക്കാരും തെറി വിളിക്കാറുണ്ട്, ഞാനും വിളിക്കാറുണ്ട്. കാരണം നമുക്ക് ഫ്രസ്ട്രേഷൻ ചില വീഡിയോസ് കാണുമ്പോൾ വരും, അത് വെച്ചിട്ടായിരിക്കും നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. ഈ ഒരു ചേട്ടന്റെ വീഡിയോയിൽ ഞാൻ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. പിന്നെ 2 ഫോണും ലാപ്ടോപ്പും പോയത് അത് ഒരു നഷ്ടം തന്നെയാണ്. ഒരു പ്രസ്തുത വ്യക്തി എന്റെ അടുത്ത് വന്നത് എന്തോ ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ, അതെന്താണെന്ന് പറയണേ സന്ദീപ് എന്ന് കമന്റ് കുറെ കണ്ടു. ഇത്രയേ ഉള്ളൂ. പുറത്തേക്ക് പറയാൻ കഴിയാൻ പറ്റാത്ത രീതിയിൽ ഒരു വേട് അയാൾ എന്റെ മുഖത്ത്. തങ്കച്ചൻ, തങ്കച്ചൻ, തറ തങ്കച്ചൻ. തറയ്ക്ക് പിന്നെ തറ ഭാഷ അല്ലാണ്ട് പിന്നെ നല്ല ഭാഷ പറയാൻ പറ്റത്തില്ലല്ലോ. അങ്ങേര് വെറും തറയാണെന്നുള്ളത് മുമ്പത്തെ കുറെ വീഡിയോസിൽ നമുക്ക് മനസ്സിലായതാണ്. അതായത് ഫാൻ വീണ് നെഞ്ചു മുറിഞ്ഞു എന്നൊക്കെ പറഞ്ഞ തറയേ കൂതറ. വർക്ക് ചെയ്തിട്ടുണ്ട്. നാളെ കണ്ട മനസ്സിലായി. വേറെ ഇരിക്കാൻ പറഞ്ഞ് വെള്ളത്തെ കുറിച്ച് സംസാരിച്ച് സന്ദീപ് എങ്ങനെയാണ് കാര്യങ്ങൾ, FIR ഇട്ടിട്ടുള്ള ഒരു കേസാണ് ഇതാണ് എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്റെ വീട്ടിലെ ചേട്ടന്മാര്, വീട്ടിലുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു, കാര്യം പറഞ്ഞു. അങ്ങനെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അവർ സംസാരിക്കുന്നത്. അത് കഴിഞ്ഞ് നേരെ വണ്ടി കയറി പോയി. ഓണാണ് തൃശ്ശൂരിൽ നിന്ന് ഭക്ഷണം കഴിച്ചത്, കിട്ടില്ല ഭക്ഷണം, അടിപൊളി. അത് കഴിഞ്ഞ് പോകുന്ന വഴിക്ക് ഒരു അടിപൊളി ചായയും കുടിച്ചു. അവരെന്നെ നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്ന സമയത്ത് തന്നെ തുറന്ന ഓഫീസിൽ നിന്ന് ഇവരെ വിളിച്ചറിയിക്കുന്നത് ഒരു പടക്കുള്ള മീഡിയാസ് വന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ എന്നുള്ളത്. അവിടെ ചെല്ലുമ്പോ ഒരുപാട് മൊബൈൽ ഫോൺ പിടിച്ച് കുറെ എണ്ണം. സ്വാഭാവികം. അച്ഛൻ എവിടെ പോകുന്നോ അവിടെ മീഡിയാസ് ഉണ്ടാവും. കാരണം അലവലാതിക്കാരന് മീഡിയാസ് ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ള അവസ്ഥയിലായിരുന്നു. മുമ്പ് ഈ അസുഖം രേണുസുതിക്കായിരുന്നു, ഇപ്പൊ അത് പിന്നെ അലവലാതിക്കാരനായിട്ടുണ്ട്. അതിനിടയിൽ ഒരു വ്യക്തിക്ക് എന്നെ കാണണം എന്ന് പറഞ്ഞു. അയാൾ എന്നെ കാണാൻ വന്നു. മുഖത്ത് നോക്കിയില്ല, കാലിലേക്ക് നോക്കിയിട്ട് അങ്ങനെ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു.
കാലില് ചെരുപ്പുണ്ടോ നോക്കിയതാണോ അല്ല അവൻ വല്ല സ്വർണവും കാലയില് കെട്ടിയിട്ടുണ്ടോ നോക്കിയതാണോ? അഥവാ അല്ല ഇവന്റെ കാലിന് വൃത്തിയുണ്ടോ ഇല്ലേ എന്ന് നോക്കാൻ വന്നതാണോ? എന്തെല്ലാം ആവട്ടെ. ഡിവൈസ്, പഴയ ഡിവൈസും കാര്യങ്ങളൊക്കെ പോലീസുകാരുടെ കയ്യിലുണ്ട്. അപ്പൊ അതിൽ നിന്ന് തന്നെ അവർക്ക്, ഞാൻ എപ്പോഴും പറയാനുള്ള ഡാറ്റയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അവർക്ക് കിട്ടും, അവർക്ക് ബോധ്യമാവും എന്താണ് സംഭവങ്ങൾ എന്നുള്ളതൊക്കെ. അതൊക്കെ വരും ദിവസങ്ങളിൽ പറയുമായിരിക്കും നല്ലത്. ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ പറയാൻ പാടില്ല, അങ്ങനെ കാര്യമുണ്ട്. അതൊക്കെ എന്തായാലും 30-ാം തീയതി ശേഷം മൊഴിയും കാര്യങ്ങളൊന്നും ഒക്കെ എടുക്കും. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങൾ കോടതിയിലേക്ക് പോവുക. അപ്പൊ നമുക്ക് അത് അപ്പൊ നോക്കാന്നുള്ളതാണ്. ഈ പിടിച്ചെടുത്ത ഫോണിലാണല്ലോ കുറെ കാര്യങ്ങളുണ്ട്. കാരണം സന്ദീപിന്റെ പല വീഡിയോസിലും പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ കയ്യിൽ തെളിവുണ്ട്, കൃത്യമായിട്ടുള്ള തെളിവോടുകൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഫോൺ പരിശോധിക്കുന്ന സമയത്ത് പോലീസുകാർക്ക് മനസ്സിലാവല്ലോ ഇത് കള്ളക്കേസാണോ നല്ല കേസാണോ എന്നുള്ളത്. ഇപ്പം അത് യഥാർത്ഥത്തിൽ നടന്ന കാര്യമാണെങ്കിൽ ആർക്കെതിരെ കേസെടുക്കണം? അലവലാതിക്കാരനെതിരെ കേസെടുക്കണം, അല്ലേ? അതാണ് ചെയ്യേണ്ടത്. കാരണം ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യാവസ്ഥ ഉള്ളത് കൊണ്ടായിരിക്കണമല്ലോ അലവലാതിക്കാരൻ പോയി ഇത് കേസ് കൊടുത്തത്. അല്ലാണ്ട് ചാടിത്തുള്ളി ഏതോ ഒരു സാങ്കല്പിക കഥാപാത്രം, സാങ്കല്പിക കഥ, അതിൽ സാങ്കല്പികമായിട്ടുള്ള കുറെ ആൾക്കാര് അതിന്റെ പേരിൽ അയ്യോ എന്നെ തന്നെയാണ്, എന്നെ മാത്രമാണ് എന്ന് പറഞ്ഞു പോയി കേസ് കൊടുക്കേണ്ട ആവശ്യം ഈ അലവലാതിക്കാരനില്ലല്ലോ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ സത്യമായിരിക്കും, പറയാൻ പറ്റത്തില്ല. അല്ല, ചില ആൾക്കാരെ വഴിയെ പോകുന്ന എന്തേലൊക്കെ എടുത്തിട്ട് എന്റെ തലയിൽ ഇട്ടിട്ട് തുള്ളിയില്ലെങ്കിൽ അവർക്ക് സമാധാനം കിട്ടത്തില്ല. അങ്ങനെ ചില ആൾക്കാരുണ്ട്. ചിലപ്പോ ആകാശത്തൂടെ പോകുന്ന പണിയായിരിക്കും, അത് ഏണി വച്ച് കയറി സ്വന്തം തലയിൽ വലിച്ചിട്ട് 2 തുള്ളങ്ങ് തുള്ളും. അപ്പൊ അവർക്ക് കുറച്ച് സമാധാനം കിട്ടും. അതുപോലെ വല്ല പണിയുമാണോ എന്നുള്ളത് കണ്ടറിയണം. ആ ഫോണിലുള്ള ഡാറ്റകളൊക്കെ പരിശോധിച്ചിട്ട് ഈ അലവലാതിക്കാരനുമായിട്ട് വല്ല ബന്ധം ഈ പറഞ്ഞ കഥയ്ക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായും കേസെടുക്കേണ്ടതാണ്. ശരി, എന്നാ ഞാൻ ആവട്ടെ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. കുറെ എണ്ണം സ്റ്റോക്ക് ഉണ്ട്, അതുകൊണ്ടാ. ശരി.